തൃശൂർ ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരിമരുന്ന് കേസിൽ കുടുക്കിയ സംഭവത്തിൽ പിടിയിലായ ലിവിയെ കേരളത്തിലെത്തിച്ചു. പ്രതി നാരായൺദാസിനൊപ്പം ഇരുത്തി ചോദ്യം ചെയ്ത് കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ദുബായിൽ നിന്ന് മുംബൈയിലേക്ക് എത്തിയപ്പോഴാണ് ലിവിയെ പിടികൂടിയതെന്ന് SI സജീവ് വർഗീസ് 24നോട് പറഞ്ഞു. ഇവർ ദുബായിലായിരുന്നു. അവർ ബോംബെയിൽ വന്നു. നമ്മൾ ലുക്കൗട്ട് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ എമിഗ്രേഷൻ ഡീറ്റെയിൻ ചെയ്തിട്ട് സഹർ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറിയിരുന്നു. അവിടെ നിന്ന് നമ്മൾ റിസീവ് ചെയ്ത് ഇന്നലെ കോടതിയിൽ ഹാജരാക്കി. അതിനുശേഷം ഇന്നിവിടെ എത്തിച്ചു. കേസിൻ്റെ വിവരങ്ങളെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുങ്ങല്ലൂർ DSP ആണ്. അദ്ദേഹം നിങ്ങളോട് പറയും. 2 മാസത്തിലധികമാണ് ഒരു വ്യാജ ലഹരിമരുന്ന് കേസിൽ ഷീല സണ്ണി ജയിലിൽ കിടക്കുന്നത്. അതിനുശേഷമാണ് ഇത് വ്യാജ ലഹരിമരുന്ന് കേസാണെന്ന് മനസ്സിലാക്കിയും പിന്നീട് ഏതാണ്ട് 1.5 മാസം മുമ്പാണ് ഈ ഒരു കേസിൽ ഷീല സണ്ണിയെ കുടുക്കിയ നാരായൺദാസെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഈ കേസിൽ ആദ്യം തൊട്ട് തന്നെ ലിവിയാണ് ഇതിന് പിന്നിലെന്ന സംശയം അന്വേഷണ സംഘത്തിന് ഉണ്ടായിരുന്നു. കാരണം ഷീല സണ്ണി അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് തലേ ദിവസം തന്നെ ഇത്തരത്തിൽ ലിവിയ ഷീല സണ്ണിയുടെ ഫ്ളാറ്റിൽ പോവുകയും അവിടെ താമസിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് എന്തായാലും അന്വേഷണ സംഘം ഇന്ന് കടക്കും. എന്തിനു വേണ്ടിയായിരുന്നു ഈ ഒരു ആർക്ക് വേണ്ടിയായിരുന്നു, അതോടൊപ്പം തന്നെ എന്തിനായിരുന്നു കുടുക്കിയത്, മാത്രമല്ല എന്തായിരുന്നു പ്ലാൻ, ഈ ഒരു ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഇന്നത്തോടുകൂടി തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രാവിലെയാണ് മുംബൈയിൽ നിന്ന് ലിവിയെ കൊച്ചിയിലെത്തിച്ചത്. അതിനുശേഷം കൊടുങ്ങല്ലൂരിൽ കൊണ്ടുപോയി കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ഓഫീസിൽ വെച്ച് എന്തായാലും ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടപടികൾ ആരംഭിക്കും. പ്രധാനപ്പെട്ട കാര്യം, പ്രത്യേക അന്വേഷണ സംഘം വിശദമായി തന്നെ ചോദ്യം ചെയ്യലിൽ ലിവിയെ കൂടാതെ ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വ്യക്തത വരുത്തേണ്ടത്.